ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 29 ഞായറാഴ്ച. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നിഫ്റ്റി നല്ല രീതിയിൽ ഔട്ട് പെർഫോം ചെയ്യും. നിഫ്റ്റി കുറെ മുകളിലേക്ക് പോകും. പക്ഷേ മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുകളും അണ്ടർ പെർഫോം ചെയ്യാനാണ് സാധ്യത. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള മിഡ് ക്യാപ്പുകൾ മാത്രമേ നല്ല രീതിയിൽ പെർഫോം ചെയ്യൂ എന്ന് പറയുകയുണ്ടായി. പറഞ്ഞ പോലെ തന്നെ എന്ത് പറ്റി, രാവിലെ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് കുറച്ച് മുകളിലായിരിക്കും. പക്ഷേ ക്ലോസിംഗ് ടൈം ആകുമ്പോഴേക്കും നിഫ്റ്റി മുകളിലായിരിക്കും. പക്ഷേ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പൊക്കെ നമ്മുടെ പോർട്ട്ഫോളിയോ ഒക്കെ താഴെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാറ്. അപ്പോൾ ഈ പ്രതിഭാസം കുറച്ചുകൂടി ആഴ്ചകൾ തുടരാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതി എല്ലാ മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുമായിട്ട് വിട്ടിട്ട് നമുക്ക് ലാർജ് ക്യാപ്പിലേക്ക് ചേക്കേറാനുള്ള സമയമാണോ? അല്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ലാർജ് ക്യാപ്പിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഒരു 3-4 മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പം നിഫ്റ്റി 24,800 ട്രേഡ് ചെയ്തിരുന്നത്. ആ സമയത്ത് ഞാൻ പറയുകയുണ്ടായി, നിഫ്റ്റിയുടെ എൻ്റെ ടാർഗറ്റ് ഡിസംബർ 2025 കേട്ടോ. അതായത് ഒരു വർഷം 4 മാസം 5 മാസമൊക്കെ കഴിഞ്ഞിട്ടുള്ള ടാർഗറ്റ് 30,000 മുതൽ 32,000 വരെ ടാർഗറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങളോട് പറയുണ്ടായി. പക്ഷെ ആ വീഡിയോ ചെയ്ത സമയത്ത് കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് പോസിബിൾ ആണോ എന്നുള്ള രീതിയിലുള്ള ചില കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും എൻ്റെ വ്യൂ അത് തന്നെയാണ്. നിഫ്റ്റി 2025 ഡിസംബറിൽ എൻ്റെ ടാർഗറ്റ് 30,000 മുതൽ 32,000 ടാർഗറ്റാണ് എന്ന് കരുതി നിഫ്റ്റിയിൽ ഒരു കറക്ഷൻ ഒന്നും ഇല്ലാതെ ഒറ്റയടിക്ക് മുകളിലേക്ക് പോവോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു വ്യൂ ഞാൻ പറയാം. നിഫ്റ്റി ഇനിയും കുറച്ച് ആഴ്ചകൾ കൂടി മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റിച്ചാൽ ഒരു ദിവസം വളരെ നല്ലൊരു ന്യൂസ് വരും, ഗ്ലോബൽ ന്യൂസോ അല്ലെങ്കിൽ ഡൗ ജോൺസ് ഒരു നല്ല രീതിയിൽ മുകളിലേക്ക് പോവേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വളരെ പോസിറ്റീവ് ന്യൂസ് ഒക്കെ വന്നിട്ട് നിഫ്റ്റി രാവിലെ തുറക്കുന്നത് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തരും. ആ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെ നമ്മുടെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ കുറച്ചൊക്കെ മുകളിൽ പോകും. അതിനുശേഷം ഒരു കനത്ത ഒരു ഇൻട്രാഡേ സെല്ലിംഗ് ഒരു ദിവസം വന്നേക്കാം. ഏകദേശം നിഫ്റ്റിയിൽ ചിലപ്പോൾ 600 പോയിന്റ് മുതൽ 1000 പോയിന്റ് വരെയുള്ള കറക്ഷൻ ഒരു ദിവസം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇന്നോ നാളെയോ അല്ല, ചിലപ്പോൾ ഒരാഴ്ച പിടിക്കാം, 2 ആഴ്ച പിടിക്കാം, 3 ആഴ്ച പിടിക്കാം. ഇതാണ് എൻ്റെ വ്യൂ. ആ കനത്ത സെല്ലിങ്ങിൽ അന്നേ ദിവസം തന്നെ നമ്മുടെ മിഡ് ക്യാപ്പുകളും സ്മോൾ ക്യാപ്പുകളും ഒക്കെ ഒരുപാട് താഴെ പോയേക്കാം. ഏകദേശം 10-15% ഒക്കെ താഴെ പോയേക്കാം. ചിലപ്പോൾ ആ ഫോളോ ആയിരിക്കാം മിഡ് സ്മോൾ ക്യാപ്പിന്റെ ബോട്ടമിംഗ് ഔട്ടിന്റെ സമയം. ആ സമയത്തായിരിക്കും ഒരു ഗ്രേറ്റ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം, പല സ്റ്റോക്കുകളും മുകളിൽ നിന്ന് 30%, 40% ഒക്കെ കറക്റ്റ് ചെയ്തിരിക്കുന്ന സമയം. കൊച്ചിൻ ഷിപ്പ്യാർഡ്, മാസ്ഗാവ് ഡോക്ക്, അങ്ങനെ പല പോപ്പുലർ സ്റ്റോക്കുകളും ഇപ്പോൾ ഒരുപാട് കറക്റ്റ് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ ഈ സ്റ്റോക്കുകൾ ഇനിയും കുറച്ച് ഒരു 10-15% ഒക്കെ കറക്ഷൻ ഇങ്ങനത്തെ ഒരു ഫോളിൽ തന്നു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും നമ്മുടെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. അപ്പോൾ എന്ത് പറ്റും, ആ എൻട്രി ഓപ്പർച്യൂണിറ്റി നമ്മളൊന്നും ശരിക്കും വിനിയോഗിക്കില്ല. നമ്മൾ വിചാരിക്കും ഒരു വലിയൊരു കറക്ഷൻ വരാൻ പോവാണ്, മാർക്കറ്റിൽ ഒരു ബെയർ മാർക്കറ്റ് വരാൻ പോവാണെന്നൊക്കെ കരുതിയിട്ട് നമ്മൾ നമ്മുടെ സ്റ്റോക്കുകളൊക്കെ വിറ്റൊഴിയും. അതിനുശേഷം ചിലപ്പോൾ ചിലവരൊക്കെ ആ സമയത്ത് ലാർജ് ക്യാപ്പിലേക്ക് മാറും. അതൊക്കെ വളരെ ഒരു വിഡിത്തായിട്ടുള്ള പരിപാടിയായിരിക്കും. പിന്നെന്താ ഉണ്ടാവാൻ പോകണമെന്ന് വെച്ചാൽ ലാർജ് ക്യാപ്പുകൾ ഒരു സൈഡ് വേസിൽ പോയിട്ട് കൺസോളിഡേറ്റ് ചെയ്യും, മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും മുകളിലേക്ക് പോകും. അപ്പോൾ ഇത് എൻ്റെ ഒരു അനാലിസിസും വ്യൂ മാത്രമാണ്. ഇതൊന്നും ഒരു പെർഫെക്റ്റ് അല്ല. മാർക്കറ്റിൽ ആരും പെർഫെക്റ്റ് ഇല്ല. നമുക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ടൈം ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ മനസ്സിലാക്കുക. നിങ്ങളുടെ വ്യൂ എന്താണ് മാർക്കറ്റിനെ കുറിച്ച് അത് കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ, കുറച്ച് ഫണ്ട് നീക്കി വെക്കുക. ഇങ്ങനത്തെ കറക്ഷനൊക്കെ വരുമ്പോൾ കൂടുതൽ സ്റ്റോക്ക് വാങ്ങിക്കാനായിട്ട് കുറച്ച് ഫണ്ട് ബാക്കി വെക്കുക. ഏകദേശം ഒരു 30% ക്യാഷിൽ നിലനിൽക്കുക. അതിനുശേഷം കറക്ഷൻ വരുമ്പോൾ കൂടുതൽ സ്റ്റോക്കുകൾ നമുക്ക് ആവറേജ് ഔട്ട് ചെയ്യേ അല്ലെങ്കിൽ ഫ്രഷ് എൻട്രി ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ സൺഡേ പറഞ്ഞ സ്റ്റോക്കായിരുന്നു GE ഷിപ്പിംഗ്. GE ഷിപ്പിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് 1223 ആവുമ്പോഴാണ്. അപ്പോൾ ഈ ത്രൂ ഔട്ട് ദ വീക്ക് GE ഷിപ്പ് സ്റ്റഡി ആയിട്ട് ഏകദേശം ആ ലെവലിൽ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും 1210 എനിക്ക് തോന്നുന്നത് പെർഫോം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇനി ഈ ആഴ്ച ഓൾ ടൈം ഹൈറ്റ് ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? വെസൂവിയസ് ഇന്ത്യ ഏകദേശം 5,000 രൂപയ്ക്ക് അടുത്ത് പറഞ്ഞ സ്റ്റോക്ക് ഈ ആഴ്ച 6,000 ടച്ച് ചെയ്യുകയുണ്ടായി. അത് മാത്രമല്ല, കല്യാൺ ജുവല്ലേഴ്സ് ഏകദേശം 400 അടുത്ത് പറഞ്ഞ സ്റ്റോക്ക് 786 ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. പിന്നെ ഗോദാവരി പവർ ആൻഡ് ഇസ്പാത്ത് ലിമിറ്റഡ് 740 പറഞ്ഞ സ്റ്റോക്ക് ആയിരുന്നു. 1,200 മുകളിലൊക്കെ പോയി. അതിനുശേഷം കറക്റ്റ് ചെയ്തിട്ട് 900 വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ ആഴ്ച നല്ല രീതിയിൽ പെർഫോം ചെയ്തു. 1,090 വരെ പോവുകയുണ്ടായി. അതിൽ ന്യൂസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് അപ്രൂവ് ആയി. ഒക്ടോബർ 4 അതിന്റെ എക്സ് ഡേറ്റ്. അപ്പോൾ 5 രൂപ ഫേസ് വാല്യൂ ഉള്ള സ്റ്റോക്ക് ഇനി 1 രൂപയായിട്ട് മാറും. അപ്പോൾ 5:1 ആയിരിക്കും അതിന്റെ റേഷ്യോ. എന്തായാലും ഈ സ്റ്റോക്ക് ലോങ് ടേമിന് ഹോൾഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ്. ഞാൻ ഇതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്.
രണ്ടാഴ്ച മുമ്പ് പറഞ്ഞ സ്റ്റോക്ക് ആയിരുന്നു ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ്, അതായത് FSL ഒരു അക്വിസിഷൻ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ന്യൂസിന്റെ ബേസിസിൽ സ്റ്റോക്ക് 300 പറഞ്ഞ സ്റ്റോക്ക് 345 വരെ പോയി. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇപ്പൊ 320 അടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിലും പാർഷ്യൽ പ്രോഫിറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് ബാക്കി കുറച്ച് ക്വാണ്ടിറ്റി ലോങ് ടേമിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കിന്റെ ന്യൂസുകൾ. അപ്പോൾ എൻ്റെ വീഡിയോയും കണ്ടന്റും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ താല്പര്യമുള്ള ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ചില പരസ്യ കമ്പനികളൊക്കെ എന്നെ സമീപിച്ചിരുന്നു. ചില ബ്രോക്കറേജ് ഫേംസിന്റെ പരസ്യം ചെയ്യാം, NBFCകളുടെ പരസ്യം ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് അപ്രോച്ച് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇനിയുള്ള ചില വീഡിയോകളിൽ ചില സ്പോൺസേഡ് പരസ്യങ്ങൾ കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അതൊരു പരസ്യം മാത്രമാണ്, എൻ്റെ ആ പ്രൊഡക്റ്റിലുള്ള എൻഡോഴ്സ്മെന്റ് ആയിരിക്കില്ല. അപ്പോൾ എൻ്റെ പരസ്യം കണ്ടിട്ട് നിങ്ങൾ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രൊഡക്റ്റുകളെ കുറിച്ച് വ്യക്തമായി പഠിച്ചതിന് ശേഷം ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുക. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഇത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതാണ് മുൻകൂട്ടി പറയുന്നത്. അപ്പോൾ പരസ്യം മാത്രമായിട്ട് കാണുക. പല മോഡൽസും സ്റ്റാർസും ഒക്കെ പരസ്യങ്ങൾ ചെയ്യാറുണ്ട്. അയച്ചിട്ട് ഇപ്പോൾ നമ്മളെ ഫെയർനെസ് ക്രീം തേച്ചിട്ട് ഇന്നുവരെ ആരും വെളുത്തിട്ടില്ല. ഞാൻ ഇത് കുറെ തേച്ച് നോക്കിയാണ്, ഞാൻ വെളുത്തിട്ടില്ല. പിന്നെ ഹൈറ്റ് കൂട്ടാനുള്ള പല ഹെൽത്ത് ഡ്രിങ്കുകളുണ്ട്, അത് കുടിച്ചിട്ട് ഇന്നേവരെ ആരും നീളം വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പരസ്യങ്ങൾ മാത്രമായിട്ട് എടുക്കുക. ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയിൽപ്പെട്ട ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. അപ്പോൾ ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ തന്നെ റിസ്ക് വളരെ കൂടുതലാണ്, അപ്പോൾ റിവാർഡും കൂടുതലായിരിക്കും. ഇത് റിസ്ക് എടുക്കാൻ മാത്രം താല്പര്യമുള്ള വ്യക്തികൾക്ക് മാത്രമുള്ള സ്റ്റോക്കാണ്, അതും നിങ്ങൾ പഠിച്ചതിന് ശേഷം. റിസ്ക് കുറവുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? കോമ്പൗണ്ടിങ് സ്റ്റോക്കുകളാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് HDFC ബാങ്ക് വാങ്ങിക്കാം, ICICI ബാങ്ക് വാങ്ങിക്കാം, ആക്സിസ് ബാങ്ക് വാങ്ങിക്കാം, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വാങ്ങിക്കാം, ലാർസൻ ആൻഡ് ടൂബ്രോ വാങ്ങിക്കാം, നെസ്ലെ വാങ്ങിക്കാം. ഇതൊക്കെ കമ്പൗണ്ടിങ് സ്റ്റോക്കുകളാണ്. ഇതിൽ നിന്നും മൾട്ടി ബാഗർ റിട്ടേൺ പെട്ടെന്നൊന്നും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കിന്റെ പേരാണ് അഡ്വാൻസ്ഡ് എൻസൈം ടെക്നോളജീസ് ലിമിറ്റഡ്. പേരൊന്നുകൂടി പറയാം, അഡ്വാൻസ്ഡ് എൻസൈം ടെക്നോളജീസ് ലിമിറ്റഡ്. 1989 സ്ഥാപിതമായ ഇന്ത്യാസ് ലാർജസ്റ്റ് എൻസൈം പ്രൊഡ്യൂസിംഗ് കമ്പനിയാണ് അഡ്വാൻസ്ഡ് എൻസൈം ടെക്നോളജീസ്. സ്റ്റോക്കിന്റെ കറന്റ് പ്രൈസ് ആണ് 503 രൂപ. 400-ൽ പരം പ്രൊഡക്റ്റുകളിലെ കമ്പനിക്ക് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് 9 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റികളുണ്ട്. അതുകൂടാതെ 7 R&D സെന്ററുകളുണ്ട്. ഈ 7 R&D സെന്ററിൽ 2 ഇന്ത്യയിലും 1 ജർമ്മനിയിലും 1 US-ലുമാണ്. ഇനി അങ്ങോട്ട് ഈ കമ്പനി R&Dക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏകദേശം 80 കോടിക്ക് അടുത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് കമ്പനി R&Dക്ക് വേണ്ടിയിട്ട് അടുത്ത 2-3 വർഷങ്ങളിലേക്കായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഗ്ലോബൽ പ്രസൻസ് ഉള്ള ഈ കമ്പനിയുടെ 50% സെയിൽസ് ഇന്ത്യയിൽ നിന്നും, 33% US-ൽ നിന്നും, ഏകദേശം 6% യൂറോപ്പിൽ നിന്നും, ബാക്കി 11% മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ്. ഇവരുടെ പ്രൊഡക്റ്റ് പ്രധാനമായിട്ടും ഉപയോഗിച്ച് വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, ന്യൂട്രസ്യൂട്ടിക്കൽ കമ്പനീസ്, ആനിമൽ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ്, ഇവരൊക്കെയാണ് അവരുടെ മെയിൻ ക്ലയൻസ്. അതുകൂടാതെ ഇവർക്ക് നോൺ ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള എൻസൈംസ് ഉണ്ട്. അത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അങ്ങനെ പല ഇൻഡസ്ട്രികളിൽ യൂസ് വരുന്ന ഇൻഡസ്ട്രിയൽ എൻസൈമും ഈ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ മേജർ ചങ്ക് ഓഫ് ബിസിനസ് വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. ഈ കമ്പനിയുടെ IPO വന്നത് 2016-ലാണ്. ആ സമയത്ത് കമ്പനി ഓഫർ ചെയ്തിരുന്നത് 896 രൂപയ്ക്കാണ് ഒരു ഷെയർ ഓഫർ ചെയ്തിരുന്നത്. അതിനുശേഷം ഇത് ലിസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം 1200 രൂപയ്ക്കാണ് 2016-ൽ ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇതിന്റെ പ്രൈസ് ഏകദേശം 1500 രൂപയായിരിക്കെ 2017 മെയ്യിൽ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് തന്നു. 5:1 സ്റ്റോക്ക് സ്പ്ലിറ്റ് തന്നു. സ്റ്റോക്ക് സ്പ്ലിറ്റ് തന്നതിന് ശേഷം 1500-നുള്ള സ്റ്റോക്ക് ഏകദേശം 300 രൂപയായിട്ട് കുറഞ്ഞു. അപ്പൊ 2017-ൽ 300 രൂപയ്ക്ക് ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 2024-ൽ 503 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ സ്റ്റോക്ക് നമ്മൾ 2017 മെയ് മുതൽ 2024 ഈ സമയം വരെ നോക്കുകയാണെങ്കിൽ 300 രൂപയിൽ നിന്ന് ഏകദേശം 503 രൂപയായിട്ടുള്ളൂ. അപ്പൊ ഏകദേശം ബാങ്ക് റിട്ടേൺ മാത്രമേ ഈ സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുള്ളൂ. 2017 ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഒരു ബാങ്ക് റിട്ടേൺ പോലെയുള്ള ഒരു റിട്ടേൺ മാത്രമേ ഈ സ്റ്റോക്ക് ഇതുവരെ തന്നിട്ടുള്ളൂ. അപ്പൊ ഈ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇവരൊരു മാർക്കറ്റ് ലീഡിംഗ് കമ്പനിയാണ്. അതുകൂടാതെ ഇന്ത്യാസ് ലാർജസ്റ്റ് എൻസൈം പ്രൊഡ്യൂസിംഗ് കമ്പനിയാണ്. പിന്നെ സെയിൽസിലും കഴിഞ്ഞ 2023 അപേക്ഷിച്ച് 2024 നല്ലൊരു സെയിൽസ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. 540 കോടിയിൽ നിന്ന് ഏകദേശം 623 കോടിയായിട്ട് സെയിൽസ് ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ ROE ചെറിയ തോതിൽ ഇംപ്രൂവ്മെന്റ് ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റ് പെർഫോമൻസ് കണ്ടിട്ടല്ല ഈ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചറിൽ ഒരു നല്ലൊരു രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് കരുതിയിട്ടാണ്. അതുകൂടാതെ സ്റ്റോക്ക് ഒരു ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് നൽകിയതിനു ശേഷം 570 ഹൈ കാണിച്ചിട്ട് ഇപ്പൊ ഏകദേശം
500-നടുത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സപ്പോർട്ടായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഈ സപ്പോർട്ട് ലെവലിനടുത്ത് ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ക്ലയന്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആണ്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഒരു ഗ്രോത്ത് ഓറിയന്റഡ് സെക്ടർ ആയിട്ടാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ഒരു ലോ ഡെറ്റ് കമ്പനിയാണ്. 47 കോടി മാത്രമേ കടമുള്ളൂ. അതുകൂടാതെ പ്രൊമോട്ടർ പ്ലെഡ്ജിംഗ് ഒന്നും ഇല്ല ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് പോസിറ്റീവ് ഫാക്ടേഴ്സ്. നെഗറ്റീവ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? PEG റേഷ്യോ വളരെ കൂടുതലാണ്. ഏകദേശം 7 മുകളിലാണ് PEG റേഷ്യോ. രണ്ടാമത്തെ നെഗറ്റീവ് എന്താ വെച്ചാൽ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരമാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് 100% അറിയില്ല, എപ്പോഴാണ് ഇതൊരു ബോട്ടം ഔട്ട് ആവുക എന്നറിയില്ല. അതൊരു രണ്ടാമത്തെ റിസ്ക് ആണ്. മൂന്നാമത്തെ റിസ്ക് ആണ് FIAs ഇവരുടെ ഹോൾഡിംഗ് 23% നിന്ന് 12% കുറച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ. അപ്പോൾ ഇതൊരു വളരെ വലിയൊരു നെഗറ്റീവാണ്. 2 രൂപ ഫേസ് വാല്യൂ ഉള്ള കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 5624 കോടിയാണ്. PE 40.56 സെക്ടർ PE 49.99, EPS 12.4, ROE 11.2, ROCE 15.2. ഡിവിഡൻഡ് ഈൽഡ് ഏകദേശം 1%. പ്രൊമോട്ടർ ഹോൾഡിംഗ് 43%, FIA ഹോൾഡിംഗ് 12%, DIS 8.08% ആണ് ഹോൾഡിംഗ് ഉള്ളത്. പബ്ലിക്കിന്റെ അടുത്ത് 36.87% ഹോൾഡിംഗ് ഉണ്ട്. ഈ സ്റ്റോക്കിൽ ഞാൻ ഇതുവരെ നിക്ഷേപം നടത്തിയിട്ടില്ല. ഈ 500-നടുത്ത് ഞാൻ നിക്ഷേപം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം താഴെ പോയി കഴിഞ്ഞാൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാനും പ്ലാൻ ഉണ്ട്. ഈ സ്റ്റോക്ക് ഞാൻ 2-3 വർഷത്തേക്ക് വേണ്ടി ഹോൾഡ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തേക്ക് ഇത്രമാത്രം. സുഹൃത്തുക്കളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഇത് എനിക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത് അനലൈസ് ചെയ്ത ഒരു സ്റ്റോക്ക്, എനിക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച സ്റ്റോക്ക് മാത്രമാണ്. നിങ്ങൾക്കിത് റെഫറൻസിനും സ്റ്റഡി പർപ്പസിനും വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്തത്. നിങ്ങൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിനെക്കുറിച്ച് പഠിക്കുക. ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ സഹായം തേടിയതിനു ശേഷം മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.